സംസ്ഥാനത്തെ തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള സ്റ്റാൻഡിംഗ് കമ്മിറ്റി തെരഞ്ഞെടുപ്പ് ജനുവരി 5 മുതൽ 7 വരെ നടക്കുമെന്നുള്ളതാണ്. ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി റിനു ശ്രീധർ നമുക്കൊപ്പം തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. റിനു, വിശദാംശങ്ങൾ. റിനു, സംസ്ഥാനത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള അധ്യക്ഷന്മാരുടെയും ഉപാധ്യക്ഷന്മാരുടെയും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. എല്ലാവരും സ്ഥാനമേറ്റു. പല സ്ഥലങ്ങളിലും സംവാദങ്ങളും ചർച്ചകളും തർക്കങ്ങളും ഒക്കെ നിലനിൽക്കുന്ന സാഹചര്യവുമുണ്ട്. നിലവിലിപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരുടെയും ചെയർപേഴ്സൺമാരുടെയും അംഗങ്ങളുടെയും തെരഞ്ഞെടുപ്പിലേക്ക് കടന്നിരിക്കുന്നു. 5 മുതൽ 7 വരെ, ജനുവരി 5 മുതൽ 7 വരെയാണ് ഈ തെരഞ്ഞെടുപ്പ്. അതിൽ ഗ്രാമ ബ്ലോക്ക് പഞ്ചായത്തുകളിൽ 4, അതുപോലെ തന്നെ മുനിസിപ്പാലിറ്റികളിൽ 5, അതുപോലെ തന്നെ മുനിസിപ്പാലിറ്റികളിൽ 6, നഗരസഭകളിലേക്ക് 8 എന്നിങ്ങനെയാണ് സ്റ്റാൻഡിംഗ് കമ്മിറ്റികളുടെ എണ്ണം. ഇവിടേക്കാണ് തെരഞ്ഞെടുപ്പ് നടക്കുക. ഇതിൽ പ്രത്യേകിച്ച് നാമനിർദ്ദേശമോ അല്ലെങ്കിൽ ഒന്നും തന്നെ നൽകേണ്ടതില്ല. അവരവർക്ക് തന്നെ മത്സരവുമായി രംഗത്തെത്താം എന്നുള്ളതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നത്. സ്ഥാനാർത്ഥികൾക്ക് സ്വയം നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാം. ആരും നിർദ്ദേശിക്കുകയോ പിന്താങ്ങുകയോ വേണ്ട എന്നുള്ളതാണ്. എന്തായാലും സ്റ്റാൻഡിംഗ് കമ്മിറ്റികളിലേക്ക് തെരഞ്ഞെടുപ്പ് കൃത്യമായി തന്നെ വനിതാ സംവരണം ഉൾപ്പെടെയുള്ള സംവരണം ചെയർമാൻ സ്ഥാനങ്ങളിലേക്കും അതുപോലെ തന്നെ അംഗങ്ങളുടെ ഇതിലും കൃത്യമായിട്ടുള്ള സംവരണം ഉൾപ്പെടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. 5 മുതൽ 7 വരെയാണ് ഈ തെരഞ്ഞെടുപ്പ് നടക്കുക. അർജിത്ത്, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.